വിജി വിനയ് എന്നൊരു ഭക്ത ചോദിച്ച ചോദ്യമാണ് കേട്ടോ. നമ്മൾ കിണ്ടിയിൽ വെള്ളം വെക്കുന്ന സമയത്ത്, അതായത് വിളക്ക് കൊളുത്തുന്ന സമയത്ത് കിണ്ടിയിൽ വെള്ളം വെക്കുമ്പോൾ ഈ കിണ്ടി വിളക്കിന്റെ ഏത് വശത്താണ് വെക്കേണ്ടത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് അതേക്കുറിച്ച് പറയാം കേട്ടോ. മുൻപൊരു ദിവസം ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഭഗവാനെ ഏത് ദിക്കിലേക്കും ദർശനമായിട്ട് നമുക്ക് വെക്കാം എന്നുള്ളത്. നമ്മൾ വിളക്ക് കൊളുത്താനായിട്ട് നിൽക്കുന്ന ആ ഒരു ദിശയ്ക്കാണ് പ്രാധാന്യം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്നുകിൽ കിഴക്കോട്ട് തിരിഞ്ഞിട്ട് വിളക്ക് കൊളുത്തുക, അല്ലെങ്കിൽ വടക്കോട്ട് തിരിഞ്ഞു നിന്നിട്ട് വിളക്ക് കൊളുത്തുക. ഇപ്പൊ ഭഗവാൻ ഇരിക്കുന്നത് കിഴക്കോട്ട് ദർശനമായിട്ടാണെന്ന് വിചാരിക്കുക. അപ്പൊ നമ്മൾ ഭഗവാന് അഭിമുഖമായി നിൽക്കുമ്പോൾ നമ്മൾ പടിഞ്ഞാറ് ഭാഗത്തേക്ക് തിരിഞ്ഞിട്ടാണല്ലോ നിൽക്കുക. അപ്പൊ നമ്മൾ നിൽക്കുന്നതിന്റെ വലതു ഭാഗത്തായിട്ടായിരിക്കണം കിണ്ടി വെക്കേണ്ടത്. കിണ്ടിയിൽ വെള്ളം നിറച്ചിട്ടാണല്ലോ വെക്കുക. അത് നമ്മുടെ വലത് കൈ എവിടെയാണോ അവിടെ ആയിരിക്കണം കിണ്ടി വെക്കേണ്ടത് കേട്ടോ. അങ്ങനെ വെക്കണം എന്നാണ് പറയുക. പിന്നെ ഇതോടൊപ്പം തന്നെ ഒരു സംശയം വരുന്ന ഒരു കാര്യം തന്നെയാണ്, ഈ കിണ്ടിയിൽ വെള്ളം നിറച്ച് വെക്കൂലോ, അത് വിളക്ക് കൊളുത്തുന്ന സമയത്താണ് വെള്ളം നിറച്ച് വെക്കുക. അത് കഴിഞ്ഞാൽ അത് വെള്ളം എടുത്തിട്ട് കമഴ്ത്തി വെക്കണം. അപ്പൊ ഈ ഉപയോഗിച്ച വെള്ളം എന്ത് ചെയ്യും എന്നുള്ള ഒരു ചോദ്യം കൂടെ അവിടെ വരും കേട്ടോ. അപ്പൊ അതും കൂടെ ഒരുമിച്ച് പറയാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അങ്ങനെ ചെറിയ കിണ്ടിയിലാണ്, കുറച്ച് വെള്ളമേ നമ്മൾ എടുക്കണ്ടു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കിണ്ടിയിൽ വെള്ളം വെക്കുന്നതേ പഞ്ചഭൂതങ്ങളിലെ ജലത്തിനെ പ്രതിനിധാനം ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ജലത്തിന്റെ സാന്നിധ്യത്തിന് വേണ്ടിയിട്ടാണ് ഈ കിണ്ടിയിൽ വെള്ളം വെക്കുന്നത്. അപ്പൊ അത് ആ ഒരു സങ്കല്പത്തിന് വേണ്ടി മാത്രം കുറച്ചെടുക്കുക, കുറച്ച് വെള്ളം വെക്കണ്ടു, ധാരാളമായിട്ടൊന്നും ഉപയോഗിക്കണ്ട. അപ്പൊ എന്താണെങ്കിലും അത് കുറേശ്ശേ വെക്കണ്ടു, ആ ഒരു സങ്കല്പത്തിന് വേണ്ടി മാത്രമായിട്ട്. അപ്പൊ ഈ കിണ്ടിയിലുള്ള വെള്ളം വിളക്ക് കൊളുത്തി കഴിഞ്ഞാൽ നമ്മളത് എടുക്കുന്ന സമയത്ത് അതിലൊരു തുളസിയിൽ ഇടുക. അപ്പൊ അത് തീർച്ചയായി അത് നമുക്ക് സേവിക്കാം, നമ്മുടെ കുടുംബങ്ങളിലുള്ളവർക്ക് കൊടുക്കാം. ഇനിയിപ്പോൾ കുറച്ച് അധികം ഉണ്ടെങ്കിൽ അത് സിങ്കിലൊന്നും കൊണ്ടുപോയിട്ട് ഒഴിക്കാതിരിക്കാം. നമ്മുടെ വീടുകളിൽ ചെടികൾ ഉണ്ടായിരിക്കുമല്ലോ, അതിൻ്റെ കടക്കിൽ കൊണ്ടുപോയിട്ട് ഒഴിക്കുക. ഇപ്പോൾ തുളസി തറയൊക്കെ ഉണ്ടെങ്കിൽ അവിടെ കൊണ്ടുപോയി ഒഴിക്കുക. അങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്. പിന്നെ ധാരാളമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഇപ്പം അത് കുപ്പിയിലൊക്കെ ആക്കിയിട്ട് വല്ല പുഴയിലോ ഒക്കെ കൊണ്ടുപോയിട്ട് കൊടുക്കുന്നതിനേക്കാൾ എത്രയോ നമുക്ക് എളുപ്പമുള്ള ഒരു കാര്യമാണ് നമ്മുടെ വീടുകളിലുള്ള ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെയാണ് അത് ഉപയോഗിക്കേണ്ടത് കേട്ടോ. കുറച്ചൊക്കെ ഉള്ള വെച്ചാൽ നമുക്കത് സേവിക്കാം. അപ്പോൾ വളരെ കുറച്ചേ കിണ്ടിയിലുള്ള വെള്ളം എടുക്കണ്ടോ, അത് നമ്മൾ വിളക്ക് കൊളുത്തുന്ന ആ ഒരു സമയത്ത് നമ്മുടെ വലതുവശത്തായിട്ടാണ് വെക്കേണ്ടത്. പിന്നെ വിളക്കൊക്കെ കൊളുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ വെള്ളം എടുത്തിട്ട് കിണ്ടി കമഴ്ത്തി വെക്കും കൂടെ ചെയ്യേണ്ടതാണ് കേട്ടോ.